ഗ്ലോബൽ അലൈൻമെന്റിലെ ആ പഴയ കളി നിയമങ്ങൾ ഇന്ത്യ മാറ്റിയെഴുതുകയാണ്. സൈനിക, സാമ്പത്തിക, ഡിജിറ്റൽ മേഖലകളിൽ മറ്റാർക്കും ഭേദിക്കാനാകാത്ത ഒരു സമാന്തര ഇക്കോസിസ്റ്റം ഇന്ത്യ നിർമ്മിക്കുകയാണ്. അമേരിക്കയുടെയും ചൈനയുടെയും സ്ഥിരമായുള്ള വിലപേശലുകൾ ഏശാത്ത മറ്റൊരു ഇക്കോസിസ്റ്റം. റഷ്യയ്ക്ക് പോലും ആദരവ് തോന്നിയ ഒരു പുതിയ കളി നിയമം. ഒരു കാര്യം എഴുതി വെച്ചോളൂ. ഇന്ത്യ സ്വാതന്ത്ര്യാനന്തരം 10-60 വർഷം കണ്ട ലക്ഷ്യമോ ബുദ്ധിയോ ഊർജമോ ഒന്നുമല്ല ഇന്ന് ഇന്ത്യക്കുള്ളത്. പണ്ട് ഇന്ത്യയെ താരതമ്യം ചെയ്തിരുന്നത് പാകിസ്ഥാനുമായാണ്. അമേരിക്ക ഉൾപ്പെടെ പാശ്ചാത്യ രാജ്യങ്ങളിലെ നേതാക്കൾ ഇന്ത്യയിൽ വന്നാൽ പിന്നെ പോവുക പാകിസ്ഥാനിലേക്കാണ്. ആത്മാഭിമാനമുള്ള ഇന്ത്യക്കാരന് ഒരിക്കലും സുഖിക്കാതിരുന്ന ഒരു തരം താരതമ്യം. ഇന്ന് അത് കാണാറുണ്ടോ? ലോകം ഇന്ത്യയിലേക്ക് നമ്മളെ കാണാനായി എക്സ്ക്ലൂസീവായി മാത്രം വരുന്ന സാഹചര്യം നമ്മൾ ഉണ്ടാക്കിയില്ലേ? കാരണം നമ്മുടെ ആത്മാഭിമാനത്തെ കാലിനടിയിൽ ചവിട്ടി നിർത്താനാണ് മറ്റേ ആ രാജ്യവുമായി നമ്മളെ താരതമ്യം ചെയ്ത് തളർത്തിയിട്ടിരുന്നത്. വി ഹേറ്റ് ദാറ്റ് എന്ന് നമുക്ക് ഉച്ചത്തിൽ പറയാനായി. കാരണം അമേരിക്കയ്ക്കും ചൈനയ്ക്കും മുകളിൽ ലോകം ഭരിക്കുന്ന പരമാധികാര രാജ്യമെന്ന ഒറ്റ ലക്ഷ്യമേ ഇന്ന് ഇന്ത്യക്കുള്ളൂ. ലോകത്തിന്റെ ഒറിജിനൽ ഗ്യാങ്സ്റ്റർ. നമുക്ക് ആ പൊട്ടൻഷ്യലുണ്ടെന്ന് തിരിച്ചറിയാനായത് കഴിഞ്ഞുപോയ ദശാബ്ദത്തിന്റെ മൂല്യം. അതിന്റെ ലക്ഷണമാണ് ജർമ്മൻ ചാൻസലർ ഫ്രെഡറിക് മെഴ്സ് ഈ ദിവസങ്ങളിൽ അഹമ്മദാബാദിലും ബാംഗ്ലൂരിലുമൊക്കെയായി കറങ്ങി നടക്കുന്നത്.